ഹായ് എല്ലാവർക്കും ന്യൂജൻ മാത്ത് എന്ന SSLC ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് നമ്പർ സീക്വൻസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വീഡിയോസ് ഒന്നും കാണാത്തവർ കാണുക, നിങ്ങൾക്ക് വേണ്ടി ബേസിക് മാത്സ് ആണ് പഠിപ്പിച്ചത്. ഇന്ന് നമ്മൾ പാഠത്തിലേക്ക് കയറുകയാണ്. അങ്ങനെ നിങ്ങളുടെ പുസ്തകം തുറക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ പേജിൽ തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണി. ഇതിൽ നിന്നാണ് നമ്മൾ പാഠത്തിലേക്ക് പോകുന്നത്. ഓക്കെയാണ്. അപ്പോൾ എന്താണ് നമ്പർ സീക്വൻസ് എന്ന് പഠിക്കണമെങ്കിൽ ആദ്യമേ നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ കാണാം. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണെന്ന് എഴുതി വെച്ചാൽ മനസ്സിൽ എന്തുവാ നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ മലയാളം സംഖ്യാശ്രേണി. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം എന്താണ് കാണുമ്പോഴേ അറിയാം, ഇതെല്ലാം ചതുരങ്ങളാണ് അല്ലെങ്കിൽ സ്ക്വയർ ആണ്. അപ്പൊ കൊടുത്തിരിക്കുന്ന ചിത്രം എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് പോകരുത്, അതൊരു സ്ക്വയർ ആണ് അല്ലെങ്കിൽ സമചതുരമാണ്. ഓക്കെയാണ്, ചിത്രം സമചതുരമാണ്. ഇനി നിങ്ങൾക്കറിയാം സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തോ പ്രത്യേകത, എല്ലാ വശങ്ങളും തുല്യമാണ്. എല്ലാ വശങ്ങളും എന്ത് തന്നെയാണ്, തുല്യമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് 1 സെന്റിമീറ്റർ ആണ്. ഈ സൈഡ് എത്ര തന്നെ, 1 സെന്റിമീറ്റർ. ഇത് 2 ആണെങ്കിൽ മുകളിലത്തെ സൈഡും എത്ര തന്നെ, 2. ഇവിടെയും 2 തന്നെ, ഇവിടെയും 2 തന്നെ. ഇവിടെ 3 ആണെങ്കിൽ ഇത് 3, ഇത് 3, ഇത് 3 തന്നെ. ഇവിടെ 4, ഇവിടെ 4, ഇവിടെയും 4. ഇതാണ് ഒരു സമചതുരം അല്ലെങ്കിൽ സ്ക്വയറിന്റെ പ്രത്യേകത. എന്താണ് സമചതുരം അല്ലെങ്കിൽ സ്ക്വയറിന്റെ പ്രത്യേകത അറിയാം, നമുക്ക് പയ്യെ പഠിക്കാം. ഇനി ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്തിനാണെന്ന് ഓർത്തോണം, നമ്പർ സീക്വൻസ്, അത് മറക്കരുത്. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് ഞാനിവിടെ എഴുതാൻ പോകുകയാണ് ലെങ്ത് ഓഫ് സൈഡ്സ് എഴുതുന്നു. ഈ ഓരോ ചിത്രത്തിൻ്റെയും വശങ്ങളുടെ നീളം കേട്ടോ, ലെങ്ത് ഓഫ് സൈഡ്സ്. എന്തോ ഞാൻ മലയാളം പറഞ്ഞ വശങ്ങളുടെ നീളം എഴുതുന്നു. എന്താണ് വശങ്ങളുടെ, ഓരോ ചിത്രത്തിൻ്റെയും വശങ്ങളുടെ നീളം ഓരോന്നായിട്ട് കോമയിട്ട് എഴുതുകയാണ്. ആദ്യത്തെ പടത്തിന്റെ വശം എത്രയാ, 1 സെന്റിമീറ്റർ. ഓക്കെയാണ്, 1 സെന്റിമീറ്റർ. രണ്ടാമത്തെ പടത്തിന്റെ എത്രയാണ്, 2 സെന്റിമീറ്റർ. ആദ്യത്തെ പടത്തിന്റെ 1 സെന്റിമീറ്റർ വശങ്ങളുടെ നീളം. രണ്ടാമത്തെ പടത്തിന്റെ എന്ത് ചെയ്യുന്നു, 2 സെന്റിമീറ്റർ. എന്തിട്ട് എഴുതുന്നു, കോമയിട്ട് അങ്ങ് എഴുതിയാണ്. അടുത്ത ഞാൻ എഴുതുന്നു 3 സെന്റിമീറ്റർ ആണ് മൂന്നാമത്തെ പടത്തിന്റെ. നാലാമത്തെ പടത്തിന്റെ 4 സെന്റിമീറ്റർ ആണ്. ദാ ഇങ്ങനെ എഴുതി. ഓക്കെയാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ എഴുതുന്നത് ചുറ്റളവ് എഴുതിയാണ്. ഈ ഓരോ ചിത്രത്തിൻ്റെയും ചുറ്റളവ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയക്കാർ ഓർത്തിരിക്കുക പെരിമീറ്റർ എഴുതുന്നു. എന്തെഴുതുന്നു, പെരിമീറ്റർ. ആദ്യം എഴുതിയത് നീളമാണ്, രണ്ടാമത് ഞാൻ ചുറ്റളവ് എഴുതുന്നു. മക്കളെ ഒന്നാമത്തെ ചിത്രത്തിന്റെ ചുറ്റളവ് എത്രയാണ്, 1, 2, 3, 4 സെന്റിമീറ്റർ. ചുറ്റുമുള്ള അളവുകൾ കൂട്ടണം. ഇത് 1 ആണ്, ഇതും 1 ആണ്, ഇതും 1 ആണ്. മീൻസ് എല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ മറ്റൊരു ഇക്വേഷൻ നിങ്ങൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്, 4a 4 ഇൻറ്റു സൈഡ് ചെയ്താൽ മതി. അപ്പൊ 4 ഇൻറ്റു 1 എത്ര വരും, 4 ഇൻറ്റു 1 4. അടുത്ത 4 ഇൻറ്റു 2 എത്ര വരും, 8. എന്ന് വെച്ചാൽ എന്തോ അർത്ഥം, 2, 4, 6, 8 കൂട്ടുമ്പോൾ എത്ര കിട്ടും, 8 കിട്ടും. അതാണ് ചുറ്റളവ്. അടുത്ത കൂട്ടുമ്പോൾ 4 ഇൻറ്റു 3 12 കിട്ടും. 4 4 16. അത് ഞാൻ കോമയിട്ട് എഴുതി കണ്ടോ. അപ്പം ചുറ്റളവ് ഞാൻ കോമയിട്ട് എഴുതി, കുഴപ്പമൊന്നുമില്ലല്ലേ. ഇനി അടുത്ത ഞാൻ എഴുതുന്നു പരപ്പളവ്. പരപ്പളവ് എഴുതുന്നു. ഈ ചിത്രങ്ങളുടെ പരപ്പളവ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഏരിയ എഴുതുന്നു. ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, കണ്ടുപിടിക്കേണ്ട സമവാക്യം നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, എ സ്ക്വയർ അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ഇൻറ്റു 1 ആണ് വരുന്നത്. 1 ഇൻറ്റു 1 എത്ര തന്നെയായിരിക്കും, അപ്പോൾ പരപ്പളവിൻ്റെ 1. 2 ഇൻറ്റു 2 എത്രയായിരിക്കും, 4 അല്ലേ. ഇതാണ്ട് ഇതിൻ്റെ ചിത്രത്തിൻ്റെ 2 ഇൻറ്റു 2 ആണ്, സൈഡ് ഇൻറ്റു സൈഡ്. 2 ഇൻറ്റു 2 4. അടുത്തതിൻ്റെ എത്രയാണ്, 3 ഇൻറ്റു 3 9. 4 ഇൻറ്റു 4 16. ഇങ്ങനെ എഴുതിയ സമയത്ത് നിങ്ങൾക്ക് കാണാം ഈ സംഖ്യകളെ ഞാൻ എന്ത് ചെയ്തു, കോമയിട്ട് എഴുതി. എന്തുവാ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അത് വശങ്ങളാണ്, വശങ്ങളുടെ നീളം. അടുത്ത കുറേ സംഖ്യകൾ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ചിത്രങ്ങളുടെ എന്താണ്, ചുറ്റളവാണ്. അടുത്ത കുറേ സംഖ്യകൾ ഇങ്ങനെ കോമയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയാം, ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ് നമ്പർ സീക്വൻസ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എ സെറ്റ് ഓഫ് നമ്പേഴ്സ്. കണ്ടോ, ഇതുപോലെ കുറേ സംഖ്യകൾ എഴുതുന്നു. റിട്ടൺ ലൈക്ക് ദിസ് ആസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. കണ്ടോ, ഒന്നാമത്തെ സംഖ്യ, രണ്ടാമത്തെ സംഖ്യ, മൂന്നാമത്തെ സംഖ്യ. കുറേ സംഖ്യകളെ ഇങ്ങനെ എഴുതുന്നു. ഒന്നാമത്തെ സംഖ്യ, രണ്ടാമത്തെ സംഖ്യ, മൂന്നാമത്തെ സംഖ്യ, നാലാമത്തെ സംഖ്യ ഇങ്ങനെ എഴുതുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, അക്കോർഡിംഗ് ടു എ പർട്ടിക്കുലർ റൂൾ, ഒരു പ്രത്യേക നിയമത്തിനനുസരിച്ച്. കേട്ടോ, ഏതെങ്കിലും നിയമത്തിനനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായി, എങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെ എന്തെന്ന് വിളിക്കും,
സംഖ്യാശ്രേണി. അപ്പൊ ദാ ഇതൊരു സംഖ്യാശ്രേണിയാണോ? ആണ്. എന്താണ് അവിടുത്തെ നിയമം എന്ന് ചോദിച്ചാൽ വശങ്ങളുടെ നീളം. ഇതൊരു സംഖ്യാശ്രേണിയാണോ? ആണല്ലോ. എന്തുവാ പ്രത്യേകത എന്ന് ചോദിച്ചാൽ എന്താണ്? അത് പടത്തിന്റെ ചുറ്റളവാണ്. ഇതാ ഈ എഴുതിയേക്കുന്ന സംഖ്യാശ്രേണിയാണ് അല്ലെങ്കിൽ നമ്പർ സീക്വൻസ്. എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ അത് പടത്തിന്റെ പരപ്പളവാണ് അല്ലെങ്കിൽ ഏരിയ ആണ്. അപ്പൊ ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. കുറെ നമ്പർ ഇങ്ങനെ എഴുതുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഒരു ഏതെങ്കിലും നിയമത്തിനനുസരിച്ച് എങ്ങനെ എഴുതുന്നു? ക്രമമായി എഴുതുന്നു. ഓർഡർ ഇങ്ങനെ ഈ പടം ഇവിടെ എഴുതുക അങ്ങനല്ല. അതാ കുഞ്ഞുപടം, വലിയ പടം, ചെറിയ പടം, അങ്ങനെ 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 ഒരു ക്രമമായിട്ട് എഴുതണം. എന്നാൽ എഴുതുന്ന ഇതിനെ വിളിക്കുന്ന പേരാണ് നമ്പർ സീക്വൻസ്. ഇനി ആര് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കണം എന്താണ് നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണി. ഓക്കെയാണ്, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റൊരു ചിത്രത്തിലേക്ക് പോകും. നേരത്തെ എഴുതിയതുപോലെ ഇതിൻ്റെ എഴുതാൻ പോവാം. അപ്പോൾ ഇതിൻ്റെ എഴുതുമ്പോൾ നോക്കിക്കോണം എന്താണ് ആദ്യം എഴുതേണ്ടത്? ലെങ്ത് ഓഫ് സൈഡ്സ് ആണല്ലോ. മലയാളം എഴുതുന്നില്ല. വശങ്ങളുടെ നീളം നമ്മൾ എന്ത് എഴുതുന്നു? കോമയിട്ട് എഴുതുന്നു. നമ്പർ സീക്വൻസ് ചെയ്യുന്നു. ആദ്യത്തെ പടം 1, രണ്ടാമത്തത് 1.5, മൂന്നാമത്തെ 2, നാലാമത്തെ 2.5. ഓക്കെയാണ്. വശങ്ങളുടെ നീളം എഴുതി. ഓക്കെ, സെറ്റ്. അത് നമുക്ക് എഴുതാറിയാം. ഈ എഴുതിയേക്കുന്ന ഇതിനെ എന്തെന്ന് വിളിക്കും? നമ്പർ സീക്വൻസ്, സംഖ്യാശ്രേണി. ഇനി രണ്ടാമത് ഞാൻ എഴുതുന്നു പെരിമീറ്റർ കണ്ടുപിടിക്കുന്നു. ഈ ഓരോ പടത്തിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ മലയാളം പഠിക്കുക ചുറ്റളവ് കണ്ടുപിടിക്കും. സൂക്ഷിക്കണം, ചുറ്റളവ് ചെയ്യാൻ ഇച്ചിരി പാടുണ്ട്. നിങ്ങൾ പഠിക്കണം. ഒന്നാമത്തെ ചുറ്റളവ് നിങ്ങൾക്ക് കിട്ടിക്കണം. ഒന്നാമത്തെ എത്രയാണ്? 4x1 അല്ലേ? ഒന്നാമത്തെ ചുറ്റളവ് 1, 2, 3, 4 4ആണ്. അത് നമുക്കറിയാം. ഒന്നാമത്തെ ചുറ്റളവ് 4 തന്നെ. സെറ്റ്. രണ്ടാമത്തെ ചിത്രത്തിലേക്ക് പോകുമ്പോഴാണ് ചെറിയൊരു ഡൗട്ട് വരുന്നത്. നമുക്കറിയാം ചുറ്റളവ് കണ്ടുപിടിക്കേണ്ട സമവാക്യം എന്താണ്? 4a ആണെന്നറിയാം. 4 ഇൻറ്റു വശം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 4 ഇൻറ്റു ഈ വശം എന്ന് പറയുന്ന 1.5 അല്ലേ? 1.5 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ അറിയാൻ വയ്യാത്തൊരു ഇത് പഠിച്ചോണേ. ഞാൻ ഇതൊക്കെ നേരത്തെ പഠിപ്പിച്ച വീഡിയോ തുടങ്ങിയപ്പോഴേ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ സംഭവം പഠിപ്പിച്ച. ഈ 1.5 നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ 2 ഇൻറ്റു 1 2, 2 1 3 എന്ന് പറയുമ്പോൾ എന്തെന്ന് എഴുതാം? 3/2 എഴുതാം. കേട്ടല്ലോ? അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ്. കണ്ടോ? ഇത് ഓർത്ത് വെച്ചോണം. 1.5 എന്ന് പറയുന്നത് തന്നെയാണ് 3ന്റെ പകുതി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഈ 1.5ക്ക് പകരം ആരെ കുറിച്ച് ചിന്തിക്കാം? 3/2 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 3/2 എന്ന് പറയുമ്പോൾ എത്ര വരും? 12/2. 12/2 എത്രയാ? 6. അപ്പൊ രണ്ടാമത്തെ ചിത്രത്തിന്റെ ചുറ്റളവ് എത്രയാന്ന് വെച്ചാൽ 6. മൂന്നാമത്തെ എത്ര? 2, 4, 6, 8. മൂന്നാമത്തെ പടത്തിന്റെ ചുറ്റളവ് എത്ര? 8. അടുത്ത നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. അടുത്ത പടവും ശ്രദ്ധിക്കണം. അടുത്ത 2.5 ആണ്. 2.5 എങ്ങനെ എഴുതാം മക്കളെ? 2.5 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാന്ന് ചോദിച്ചാൽ 2ഉം 2 കൂടെ ഗുണിക്കുമ്പോൾ 4, 4നോട് 1 കൂട്ടുമ്പോൾ 5 അല്ലെങ്കിൽ 5ന്റെ പകുതി. 5ന്റെ പകുതി 5/2 ആണ് 2.5 എന്ന് പറയുമ്പോൾ ഈ ചിത്രത്തിന്റെ ഇതെന്ന് ചോദിച്ചാൽ 4 ഇൻറ്റു 5ന്റെ പകുതി 5/2 എന്ന് വെച്ചാൽ എന്തുവാ? 4a. ചുറ്റളവ് കണ്ടുപിടിക്കുന്നത് 4 ഇൻറ്റു സൈഡാണ്. 4 ഇൻറ്റു 5/2 എന്ന് പറയുമ്പോൾ എത്ര വരും? 20/2 എന്ന് പറയുമ്പോൾ എത്ര വരും? 10 എന്ന് പറയുമ്പോൾ നാലാമത്തെ പടത്തിന്റെ എത്ര? 10. അപ്പൊ ഈ എഴുതിയേക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണി. ഇനി അടുത്തതായിട്ട് ഈ ചിത്രത്തിന്റെ നമ്മൾ എന്തെഴുതുന്നു? ചുറ്റളവ് എഴുതുന്നു. ചുറ്റളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കും. ചുറ്റളവ് അല്ലെങ്കിൽ ഏരിയ എങ്ങനെ മക്കളെ കണ്ടുപിടിക്കുന്നത്? ഈ ഓരോ ചിത്രത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാണ്. ഏരിയ കണ്ടുപിടിക്കാനുള്ള സമവാക്യം നിങ്ങൾക്കറിയാലോ. എന്തുവാ? സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ a² എന്ന് എഴുതിയാൽ മതി. സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ a². എന്തെന്ന് എഴുതും? a² എന്ന് പറയാം. ഓക്കെയാണ്. സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ a² എന്ന് പറയുമ്പോൾ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര? 1 ഇൻറ്റു 1 1, കോമ ഇതിന്റെ ഏരിയ എത്രയാണ് മക്കളെ? സൂക്ഷിക്കണം. എന്താണ്ട് 1.5 ആണ്. 1.5 തന്നെ നമ്മൾ എങ്ങനെ എഴുതാന്ന് പറഞ്ഞു? 3/2. അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3/2 ഇൻറ്റു 3/2 എന്ന് പറയുമ്പോൾ എത്ര വരും? 9/4 എന്ന് വരും. ഇനി ഇതാണ്ട 9/4 ഇങ്ങനെ ഒരു ഡിവൈഡ് ചെയ്തുകൂടെ? ഏതാണ്ട് ഈ 9/4 എന്ന ഉത്തരത്തിന് നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 9/4 എന്ന് പറയുമ്പോൾ 4 2 8 1 എന്ന് കിട്ടും. എന്ന് പറയുമ്പോൾ ആൻസർ എഴുതാൻ നേരത്തെ ഞാൻ പഠിപ്പിച്ചു തന്ന ഇതൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ പഠിപ്പിച്ച ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ വീഡിയോയിൽ ഇവിടെ എന്ത് ചെയ്യണം? ഫസ്റ്റ് എന്ത് എഴുതണം? 2 എഴുതണം. 1/4 കേട്ടല്ലോ? അപ്പോൾ ഏരിയ എന്ത് വരുന്നു? ഈ രണ്ടാമത്തെ ചിത്രത്തിന് 2 1/4 9/4 തന്നെയാണ്. 2 1/4 അതാണ്ട് ഇങ്ങനെ എഴുതി മിക്സഡ് ഫ്രാക്ഷനിൽ. അടുത്തതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 2 വരും. 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 4 വരും. ഓക്കെയാണ്. അടുത്തതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നേരത്തെ എന്ത് വരും? ഇതാ നോക്കിക്കോണം, ശ്രദ്ധിച്ചോണം. 2.5 നമുക്ക് എങ്ങനെ എഴുതാം? 5/2. അപ്പൊ ഇതിന് വരെ 5/2 എഴുതും. എന്ന് പറയുമ്പോൾ 5/2 ഇൻറ്റു 5/2 വരും. എന്ന് പറയുമ്പോൾ 25/4 എന്ന ഓപ്ഷൻ വരും.
എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കണം. 25നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 5 4 6 4 24 1 വരും എന്ന് പറയുമ്പോൾ 6 1/4 എന്ന് കിട്ടും ഏരിയ. ഏരിയ എന്ന് പറയുമ്പോൾ ഇത് നോക്കിയാണ് എഴുതേണ്ട. 6 ഇവിടെ എഴുതി 1/4 എന്ന് എഴുതി കേട്ടോ. 25/4 അല്ലെങ്കിൽ 6 1/4. അപ്പൊ ഈ എഴുതിയേക്കുന്ന ഓരോന്നിനെയും വിളിക്കുന്ന പേരാണ് എന്ത്? നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണി. അപ്പൊ ഇതെന്തായിരുന്നു? ആ ചിത്രങ്ങളുടെ സൈഡ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ചിത്രങ്ങളുടെ ചുറ്റളവ്. ഒരു പർട്ടിക്കുലർ നിയമം അനുസരിച്ചല്ലേ എഴുതേണ്ടത്. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റളവ്. ഇത് എന്താണ്? ചുറ്റളവ് ഇല്ല, ഇത് ചുറ്റളവല്ല. സോറി, ഞാൻ ഇവിടെ എഴുതിയേക്കുന്നതിന്റെ മലയാളം തെറ്റിപ്പോയി. പരപ്പളവാണ് മക്കളെ. പരപ്പളവ്, സോറി, പരപ്പളവാണ്. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. നേരത്തെ എഴുതിയപ്പോൾ തെറ്റിയായിരുന്നു. ഇല്ല, പരപ്പളവ്. ഓക്കെയാണ്, ഞാൻ അറിയാതെ എഴുതിപ്പോയതാ. ഓക്കെ, പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ. ഓക്കെ, സെറ്റാണ്. ഇനി നിങ്ങളോട് ചോദിക്കുന്നു, ഇങ്ങനെ പടമൊന്നുമില്ല, പടങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ കുറെ തന്നേക്കുന്നു, ഇത് നമ്പർ സീക്വൻസ് ആണോ എന്ന് ചോദിച്ചു. അപ്പം നിങ്ങൾ ആലോചിക്കണം, എന്താണ് മക്കളെ നമ്പർ സീക്വൻസ്? ഇപ്പം നമ്പർ സീക്വൻസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ നിയമത്തിനനുസരിച്ച് എ സെറ്റ് ഓഫ് നമ്പർ റിട്ടൺ ലൈക്ക് ദിസ്, ഒരു കൂട്ടം സംഖ്യകൾ എഴുതുന്നു, എന്തെങ്കിലും ഒരു നിയമം വേണം. ഇവിടെ നോക്കുമ്പോൾ 1 1 2 3 4 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ നിയമം എന്താണ്? ഈ സംഖ്യകൾ എന്ത് നമ്പറാണ് മക്കളെ? നിയമമുണ്ട്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എന്ത് നമ്പേഴ്സ് ആണ്? നാച്ചുറൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ മലയാളം എണ്ണൽ സംഖ്യകളാണ്. അപ്പൊ ഈ എഴുതിയേക്കുന്ന എന്താണ്? എണ്ണൽ സംഖ്യകളാണ്. അതുകൊണ്ട് ഇതെന്താണ്? ഇതൊരു നമ്പർ സീക്വൻസ് ആണ്. അപ്പൊ എന്ത് നിയമത്തിനനുസരിച്ച്? ഇതെല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇനി അടുത്ത എഴുതിയ 4 8 12 എന്ന് പറയുമ്പോൾ ഇവിടെ എന്തെങ്കിലും നിയമമുണ്ടോ? യെസ്, ഉണ്ട്. മൾട്ടിപ്പിൾ ഓഫ് ആര്? മൾട്ടിപ്പിൾ ഓഫ് 4. 4ന്റെ ഗുണിതമല്ലേ ഇതെല്ലാം? 4ന്റെ ഗുണിതമല്ലേ നോക്കുന്ന? 1 × 4 4, 4 × 2 8, 4 3 12. അപ്പൊ എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 4, 4ന്റെ ഗുണിതങ്ങളാണ്. അതുകൊണ്ട് ഇതും നമ്പർ സീക്വൻസ് ആണ്. അടുത്ത ഈ എഴുതിയേക്കുന്ന എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇത് 1 സ്ക്വയർ, ഇത് 2 സ്ക്വയർ, ഇത് 3 സ്ക്വയർ, ഇത് 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒരേ സംഖ്യ തമ്മിൽ ഗുണിക്കുന്ന സംഖ്യകളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഖ്യകളെ വിളിക്കുന്ന പേരാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. ഇതെല്ലാം എന്താണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്, അല്ലെങ്കിൽ പൂർണ്ണ സംഖ്യകളാണ്. എന്ത് സംഖ്യകളാണ്? പൂർണ്ണ സംഖ്യകൾ. അപ്പം ഇതും എന്താണ്? നമ്പർ സീക്വൻസ് ആണ്. ഇതും എന്താണ്? നമ്പർ സീക്വൻസ്. എന്തുകൊണ്ട്? മൾട്ടിപ്പിൾ ഓഫ് 4. ഇതും എന്താണ്? നമ്പർ സീക്വൻസ്. എന്താ കാര്യം? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇതുകൊണ്ട് ഇനി അടുത്ത കുറച്ച് സെറ്റ് കൊടുത്തിരിക്കുന്നു. നോക്ക്, 2 കഴിഞ്ഞ് 3, 3 കഴിഞ്ഞ് 5, 5 കഴിഞ്ഞ് 7, 7 കഴിഞ്ഞ് 11, 11 കഴിഞ്ഞ് 13. എന്തോ മക്കളെ എൻ്റെ പ്രത്യേകത? ഇതെല്ലാം എന്ത് നമ്പേഴ്സ് ആണ്? പ്രൈം നമ്പേഴ്സ് ആണ്. എന്ത്? അഭാജ്യ സംഖ്യകളാണ്. എന്ത് നമ്പർ? അഭാജ്യ സംഖ്യകൾ. അപ്പൊ അഭാജ്യ സംഖ്യകൾ ഒരേ ഒരു ഘടകം മാത്രം, സോറി, 2ൽ കൂടുതൽ 2 ഘടകം മാത്രമുള്ള സംഖ്യയാണ്. നോക്കൂ, 2 എന്ന് പറഞ്ഞാൽ 1 × 2 ചെയ്യുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ. 3 എന്ന് പറയുമ്പോൾ 3 × 1 ചെയ്യുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ. 5 എന്ന് പറയുമ്പോൾ 5 × 1 ചെയ്യുമ്പോൾ മാത്രമേ കിട്ടൂ. അങ്ങനത്തെ സംഖ്യകളാണ് എന്ത്? പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ. അതുകൊണ്ട് ഇതെന്താണ്? നമ്പർ സീക്വൻസ് ആണ്. ഈ കൊടുത്തിരിക്കുന്ന നമ്പർ സീക്വൻസ് ആണോ എന്ന് ചോദിച്ചാൽ യെസ്, ഇറ്റ്സ് എ നമ്പർ സീക്വൻസ്. എന്തുകൊണ്ട്? ഒന്നിൽ അവസാനിക്കുന്ന എന്താണ്? എണ്ണൽ സംഖ്യകളാണ്. ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളാണ് അല്ലേ? 1ൽ അവസാനിക്കുന്ന, നോക്കുക, എല്ലാത്തിൻ്റെ അവസാനം എന്ത് തന്നെയാണ്? 1ൽ അവസാനിക്കുന്നത്. അതെല്ലാം എന്ത് നമ്പറും കൂടെയാണ്? എണ്ണൽ, നാച്ചുറൽ നമ്പർ. 1ൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ എൻഡ്സ് വിത്ത് 1 ആണ്. അതുകൊണ്ട് ഇതെന്താണ്? നമ്പർ സീക്വൻസ് ആണ്. ഇനി അടുത്ത് എഴുതിയിരിക്കുന്ന ഇത് നമ്പർ സീക്വൻസ് ആണോ എന്ന് ചോദിച്ചാൽ യെസ്. എന്തുകൊണ്ട്? ഇറ്റ്സ് ദ മൾട്ടിപ്പിൾ ഓഫ് 3. 3ന്റെ ഗുണിതങ്ങളാണ്. ഈ എഴുതിയേക്കുന്ന എല്ലാം എന്താണ്? 3ന്റെ ഗുണിതമാണ്. 1 × 3 3, 2 × 3 6, 3 × 3 9. അതുകൊണ്ട് മൾട്ടിപ്പിൾ ഓഫ് 3 ആയതുകൊണ്ട് ഇതും നമ്പർ സീക്വൻസ് ആണ്. അപ്പൊ എന്താണ് നമ്പർ സീക്വൻസ് എന്ന് വ്യക്തമായി പഠിച്ചിരിക്കണം. ഓക്കെയാണ്. ഒരു പർട്ടിക്കുലർ റൂൾ അനുസരിച്ച്, ഒരു ഏതെങ്കിലും നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്നു. കണ്ടല്ലോ, ഇതെല്ലാം റൂൾ അനുസരിച്ച്. ഇതെല്ലാം റൂള് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം എന്താണ്? നമ്പർ സീക്വൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഈ ന്യൂജൻ മാത്ത് എന്ന SSLC ചാനലിൽ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ കാണാനായിട്ട് ഓടി വരണം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. താങ്ക് യു.